ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് വിസേൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് യൂറോപ്പിൽ പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമുക്കുള്ള ഒരുപാട് ഡൗട്ട്സുകളുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു സ്റ്റുഡൻ്റായിട്ട് യൂറോപ്പിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സുകളുണ്ടാവും. എസ്പെഷ്യലി ഫീസിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും, അതേപോലെ തന്നെ സ്റ്റേ ബാക്കിൻ്റെ കാര്യങ്ങൾ, അതേപോലെ തന്നെ IELTS വേണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ എസ്പെഷ്യലി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കുറച്ച് കൺട്രീസും അതേപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ മെയിനായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പുറത്തോട്ട് എസ്പെഷ്യലി സ്റ്റഡീസിനോ അല്ലെങ്കിൽ ജോലിക്കോ പോകുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കൺട്രീസിലെ സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് UK ആണ്. UK നമുക്കറിയാം യൂറോപ്പിലെ ഒരു കൺട്രിയാണ്. എസ്പെഷ്യലി യൂറോപ്യൻ യൂണിയനിൽ പുറത്ത് വന്നിട്ടുള്ളൊരു കൺട്രിയാണ് UK. UK നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഹെൽത്ത് കെയർ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇനി ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന 10,000 ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് മുതൽ 20,000 ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് വരെയാണ് നമുക്ക് ഫീ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ, അതേപോലെ തന്നെ IELTSൻ്റെ ആവശ്യം ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ IELTS നമുക്ക് ആവശ്യമുള്ള കോളേജുകളുണ്ട്, എന്നാൽ സെയിം ടൈം IELTS വേണ്ടാത്ത കോളേജുകളുണ്ട്. അപ്പോൾ എവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനും അതിനുള്ള കംപ്ലീറ്റ് ഗൈഡൻസും കാര്യങ്ങളും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിഷന് താല്പര്യമുള്ള ആൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ സ്റ്റെപ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്തൊരു കൺട്രിയാണ് മാൾട്ട എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രി. അതേപോലെ തന്നെ മാൾട്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ പെട്ടൊരു കൺട്രിയാണ് മാൾട്ട എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് ഒരുപാട് അഡ്മിഷൻസ് വരുന്ന ഒരു കൺട്രിയാണ് മാൾട്ട. അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 വർഷം വരെ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമല്ല, അഡ്മിഷൻസ് നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ സ്കോളർഷിപ്പും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനും അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റേ ബാക്ക് നമുക്കും ഒരു 1 ഇയർ സ്റ്റേ ബാക്ക് നമുക്ക് എന്ത് ചെയ്യും, മാൾട്ട പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബേസ്ഡ് ഓൺ ദ കോഴ്സാണ്, അത് നമ്മൾ എടുക്കുന്ന കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ മാൾട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതേപോലെ തന്നെ UKനെ കുറിച്ചിട്ട് പറഞ്ഞു. അടുത്തത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൺട്രി തന്നെയാണ് ജർമ്മനി എന്ന് പറഞ്ഞത്. ജർമ്മനിയിൽ നമുക്ക് ഒരുപാട് ജോബ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എസ്പെഷ്യലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മൻ അറിയണം എന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ജർമ്മനിയിലൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനും അതേപോലെ തന്നെ അവിടെ സെറ്റിൽ ആവാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് IELTS നമുക്കൊരു മാൻഡേറ്ററി ആണ്. ജർമ്മനിയിൽ നമുക്ക് മിക്ക കോളേജിലും യൂണിവേഴ്സിറ്റീസിലും IELTS വേണം. അതേപോലെ തന്നെ ഏജ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 വർഷം വരെയുള്ള ഇയർ ഗ്യാപ്പ് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. സ്കോളർഷിപ്പ് നിങ്ങൾക്ക് 2,000 യൂറോ വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടും. അതിനുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗ്രാജുവേഷൻ നിങ്ങൾക്കൊരു 50% മാർക്ക് മതി. അതേപോലെ തന്നെ സ്റ്റേ ബാക്ക് ഒരു 1.5 വർഷത്തെ സ്റ്റേ ബാക്കും നിങ്ങൾക്ക് പഠനം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 1.5 വർഷം സ്റ്റേ ബാക്കും കിട്ടും. അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്, IT, ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊരു കൺട്രീസിലും നമുക്കൊരു വർക്ക് വിസ എടുത്ത് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കേസ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരുപാട് റിജക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോകുന്നത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തെത്തിയിട്ട് നമുക്ക് അവിടെ പഠിക്കാനും പഠനത്തോടൊപ്പം നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലിയും ചെയ്യാൻ പറ്റും. ഇൻ കേസ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫുൾ ടൈം വർക്കിലോട്ട് നമുക്ക് ഈസി ആയിട്ട് കയറാനും പറ്റും. അപ്പോൾ അതാണ് സ്റ്റുഡൻറ്റ് വിസയിൽ. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന ആളുകൾ മാക്സിമം എല്ലാ ആളുകളും പണ്ട് മുതലേ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റുഡൻറ്റ് വിസ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഗൈഡൻസ്, അസിസ്റ്റൻസ്, നിങ്ങളുടെ അഡ്മിഷൻസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങൾ, അതേപോലെ തന്നെ ലോൺ ഫെസിലിറ്റി, കൊളാട്രൽ ലോൺ ഫെസിലിറ്റീസ് കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കേസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ